അപ്പോൾ ആദ്യം തന്നെ 1.5 കപ്പ് പാൽ വേണം. അപ്പോൾ പാലെടുക്കുമ്പോൾ കുറച്ചൊരു ഇളം ചൂടായിട്ടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. പശുവിൻ പാലാണ് കേട്ടോ. അപ്പോൾ പശുവിൻ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ പശുവിൻ പാൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ഇളം ചൂടായിട്ടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം കേട്ടോ. ഈസ്റ്റിന് പകരം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ വരെ എടുക്കും ഈസ്റ്റ് ഒന്ന് പൊങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. കുറച്ച് ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഒരു 10 മുതൽ 15 മിനിറ്റ് മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷമാണ് കാണിക്കുന്നത്. ഈ സമയത്ത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് തോന്നിയാൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം പരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്കിൽ മാത്രമല്ല ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയിൽ തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അങ്ങ് പരത്തിയാൽ അത്രയ്ക്കും ശരിയാവില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഏതെങ്കിലും മസാലക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണിത്. ഇത് വിറങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പഞ്ചസാര ചേർത്താലും ലൈറ്റായിട്ടൊരു മധുരവും കാണും. അളവിൽ നിന്നും നമുക്ക് 10 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.